ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇപ്പം നോർത്ത് ഇന്ത്യൻസൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യുന്ന ഒരു വിഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനെ പോഹ എന്നാണ് പറയുന്നത്. നമ്മൾ അവിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിന് ശേഷം അതിനാവശ്യമായ സവാള ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി, നമുക്ക് എത്ര അവിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തക്കാളി ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് എടുക്കുന്നത്. തക്കാളി ഇതിൽ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതൊന്ന് രണ്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം കുറച്ച് ചേർക്കണം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി കുറച്ച്, പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കണം. അതിനുശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ആവശ്യമുള്ള മുട്ട, നമുക്ക് എത്ര മുട്ടയാണോ ചേർക്കാം, എത്ര മുട്ട വേണമെങ്കിലും ചേരാം. അതിനനുസരിച്ച് നമ്മൾ പൊടികൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം നന്നായിട്ട് മുട്ട ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് വെള്ള അവിൽ വേണമെങ്കിൽ എടുക്കാം, ഇതുപോലെ ചുവന്ന അവിലും എടുക്കാം. ഇതുപോലെ എടുത്തിട്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവിൽ നമ്മൾ അതിന് ശേഷം കുറച്ച് വെള്ളം ഇതുപോലെ നനച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ആകാൻ പാടില്ല, കാരണം അവിൽ ഫുള്ള് വെള്ളമായി പോവും. അപ്പം ഇങ്ങനെ വെള്ളം തളിച്ചിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബാക്കി ക്യാരറ്റോ പിന്നെ ഗ്രീൻ പീസ് ഇതൊക്കെ വേവിച്ച് നമ്മൾ ആദ്യം തുടക്കം സവാള ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ചേർത്ത് കൊടുത്താൽ കുറച്ച് പച്ചക്കറി നമുക്കിതിൽ കൂടെ കുട്ടികൾക്കൊക്കെ നല്ലതാണ്. മുട്ടയും നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെന്താ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തീ നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇതിനങ്ങനെ വേഗമൊന്നുമില്ല വലുതായിട്ട്, കുറച്ച് നേരം മതി. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് ഒരാവി ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി. അപ്പോഴത്തേക്കും ആ മസാലപ്പൊടിയുടെ ആ ഒരു ഫ്ലേവർ, മുട്ടയുടെ ആ ഒരു ഇതും എല്ലാം നമ്മൾ അവിലോട്ട് വന്ന് നല്ല ഒരു മസാല, നമ്മൾ കുത്തു പൊറോട്ടയൊക്കെ തിന്നുന്ന ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ നമുക്കത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മല്ലിയിലയൊക്കെ കറി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. ബൈ.